സത്യവചനം ജീവവചനം സത്യവചനം ഒഴുകി വരും നിതാ. ദൈവവചനം ജീവവചനം സത്യവചനം ഒഴുകി വരും നിതാ. ദരിദ്രരിലേക്കും ദാഹിക്കും ഓർക്കും. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തികൾ 3:19-25. ദൈവം നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ അവിടുത്തെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളേണ്ടതാകുന്നു എന്നാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് ഇവിടെ നാം വായിക്കുന്നത് മോശ പറഞ്ഞ ഒരു പ്രവാചക വചനമാണ്. അത് ഇപ്രകാരമാണ്: ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്കുകൾ കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. അത്രയുമല്ല, സകലത്തിൻ്റെയും സ്ഥാപന കാലമായ ഈ കാലത്തെക്കുറിച്ച് ശമൂവേൽ മുതലായ പ്രവാചകന്മാരൊക്കെയും സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തെന്നാൽ അബ്രഹാമിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന കാലമാണ് സകലത്തെയും യഥാസ്ഥാനത്താക്കുന്ന കാലമെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അബ്രഹാമിൻ്റെ ഒരു സന്തതിയിലൂടെയാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മിലേക്ക് പകരപ്പെടുന്നതെന്ന് കഴിഞ്ഞ ദൈവവചന ശുശ്രൂഷയിൽ ഇവിടെ വ്യക്തമാക്കിയിരുന്നു. അബ്രഹാമിൻ്റെ സന്തതികൾ അബ്രഹാമിന് ജഡപ്രകാരം ജനിച്ച സന്തതികൾ ആയിരിക്കണമെന്നില്ല എന്ന വസ്തുതയും തിരുവെഴുത്തുകളിലൂടെ തെളിയിച്ചിരുന്നു. ആകയാൽ അപ്പസ്തോല പ്രവൃത്തികൾ 17:30-31 ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണം അഥവാ മാനസാന്തരപ്പെടണമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. എന്നാൽ അനുദപിക്കാനും പാപങ്ങളും അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും കർത്താവ് അവിടുത്തെ സൃഷ്ടികളോട് അവസാനമായി വിളംബരം ചെയ്യുന്ന കാലമിതാ വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു പ്രവാചകവചനം ശ്രദ്ധിക്കുക: വിളവെടുപ്പിന് മുൻപ് പടർന്നു വളരുന്ന ശാഖകളെ എല്ലാം വെട്ടിക്കളയും. മലകളിലെ കഴുകന്മാർക്കും മൃഗങ്ങൾക്കുമായി അവയെ ഉപേക്ഷിക്കും. ഈ യെശയ്യാ പ്രവാചക വചനവും ഇവിടെ ഇതാ പൂർത്തിയാകുന്നു. അതുകൊണ്ട് ഗോതമ്പ് മണികളെ ഞെരുക്കിക്കൊണ്ട് പടർന്ന് പന്തലിച്ച് ആർത്തു വളരുന്ന കളകളിതാ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുവാൻ സമയമായി. എന്നാൽ മനുഷ്യപുത്രൻ സകലത്തെയും പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അന്ത്യകാലം ഇതാ വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും സർവശക്തനായ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്ന അന്ത്യനാളുകൾ ഈ ദിവസങ്ങളാണ് എന്ന് പറയാൻ എന്താണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര പ്രത്യേകതകളുള്ളത്? യിരെമ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം 8:6. വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം ലോകം മുഴുവനും ഇപ്പോൾ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഞാൻ ചെയ്തത്? ഞാൻ തെറ്റു ചെയ്തു പോയല്ലോ എന്ന് ഹൃദയപൂർവ്വം തങ്ങളുടെ ദുഷ്ടതയെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിക്കുവാൻ മനുഷ്യന് കഴിയാതെയായിരിക്കുന്ന ഒരു വലിയ ദുഷ്കാലമാണിത്. അനേകം അകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും പരദൂഷണങ്ങൾ അനേകം പറഞ്ഞു പരത്തിയിട്ടും എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ഒരിക്കൽ പോലും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഏറ്റുപറയുവാൻ ദൈവവിശ്വാസികൾക്ക് പോലും കഴിയാതെയായിരിക്കുന്നു. ഈ ലോകത്തിൽ എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ആരെങ്കിലും തങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം കരഞ്ഞു കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരോടാണ് ഞാനിത് പറയുന്നത്. എന്നെ കഴുകണമേ എന്ന് മുഴങ്കാലുമടക്കി
ആദ്യം സർവശക്തനായ ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ നമുക്കിനിയെങ്കിലും കഴിയണം. ആകയാൽ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നാം അന്വേഷിക്കണം. സ്വയം ന്യായീകരിക്കുന്ന പ്രവണത നമ്മിൽ നിന്ന് എടുത്തു മാറ്റിക്കളയണം. ഭോഷ്കു പറയുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന വസ്തുതയും നാം മറന്നു പോകരുത്. എന്തെന്നാൽ ഭോഷ്കു പറയുന്നതൊക്കെ ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ഒരു ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ദാനിയേൽ 12:4 പറയുന്നത് പോലെ അറിവ് വർദ്ധിക്കും തോറും അകൃത്യവും വർദ്ധിച്ച് പെരുകിയിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ അറിവ് നമ്മിൽ അതിൻ്റെ അത്യുന്നതമായ തലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ശാസ്ത്രീയമായി മറ്റൊരാളെ എങ്ങനെ വഞ്ചിക്കാമെന്ന റിസർച്ച് ബഹുഭൂരിപക്ഷം മനുഷ്യരും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വരെ ഇപ്പോൾ തോന്നിപ്പോകുകയാണ്. ആകെ എല്ലാവരും പാപം ചെയ്തു, ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നിരിക്കുന്നു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു, ദൈവികമായ ജീവന്റെ തുടിപ്പ് മനുഷ്യരിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. നീതിമാനായി ആരുമില്ല, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അതിനാൽ എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് റോമാലേഖനം 3:11-12. കള്ളസത്യങ്ങൾ ചെയ്തു കൂട്ടുന്ന അവരുടെ ഇടയിൽ യിരെമ്യായെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് യിരെമ്യായോട് ചോദിക്കുന്നത് ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ്. ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയുമെന്ന് സദൃശവാക്യങ്ങൾ, അതായത് സുഭാഷിത വചനങ്ങളിലൂടെ ശലോമോനും നമ്മോട് ചോദിക്കുന്നു. ആകയാൽ എല്ലാ യുഗങ്ങളുടെയും അന്തിമഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നു എന്ന് തോന്നി അനേകർ അവർ പോലും അറിയാതെ തന്നെ വീണ് കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഞാൻ നിൽക്കുന്നു എന്ന് വിചാരിച്ച അനേകരെ നിസാരമായ കെണികളിലൂടെ പിശാച് വലവെച്ച് വീഴ്ത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശത്രു ഒരുക്കി വഴിയിലിട്ട് വച്ച കമ്പുകളിൽ തട്ടി വീണ് അനേകർ ഇപ്പോൾ കെണിക്കകത്ത് പെട്ടുകിടക്കുകയാണ്. രക്ഷിക്കപ്പെട്ടല്ല, പെട്ടുകിടക്കുകയാണെന്നാണ് ഞാൻ ഇവിടെയും പറഞ്ഞു വരുന്നത്. ആകയാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശുദ്ധർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്ന ദാനിയേൽ 7:25 പ്രവാചക വചനങ്ങൾ ഇതാ ഇപ്പോൾ തന്നെ നിവർത്തിയാകുന്നു. വിശുദ്ധന്മാരോട് പടപൊരുതി അഥവാ യുദ്ധം ചെയ്ത് വിശുദ്ധന്മാരെ കീഴ്പ്പെടുത്തുവാനുള്ള, അതായത് വിശുദ്ധന്മാരെ ജയിക്കുവാനുള്ള അനുവാദവും അധികാരവും സാത്താൻ്റെ ഒരു സന്തതിക്ക് നൽകപ്പെട്ടതായി വെളിപ്പാട് 13:7 നാം കാണുന്നുണ്ട്. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വാളെടുത്തോ തോക്കെടുത്തോ ഒരു ബോംബെറിഞ്ഞോ ഒരു ലിറ്ററൽ യുദ്ധം ദൈവജനത്തോട് പിശാച് നടത്തുകയാണ് എന്ന അർത്ഥത്തിൽ മാത്രം ഇപ്പോൾ ഈ ദൈവവചനം നാം എടുക്കേണ്ടതില്ല. ആത്മാക്കൾ തമ്മിലുള്ള ഒരു ആത്മീയ യുദ്ധമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളുമല്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധരോട് പടപൊരുതുന്ന ആ കൊമ്പിൻ്റെ പിടിയിൽ അമർന്ന് ജനം തങ്ങളുടെ പാപം നിമിത്തം പരാജയപ്പെട്ടു പോയതായി നാം ദാനിയേൽ 8:12-23 വായിക്കുന്നു. ആകയാൽ വിശുദ്ധരോട് യുദ്ധം ചെയ്ത് ജയിക്കുന്ന ആ കൊമ്പിനെ എപ്പോഴും മുഖസ്തുതി പറയുന്ന, വമ്പും ദൂഷണവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പൈശാചിക മുളയെ പാപത്തിലേക്ക് നയിച്ച് ദൈവജനത്തിൻ്റെ ശക്തിയെ ഊറ്റിയെടുക്കുന്ന ആ വിഷമുള്ളിനെ നീ ഒന്ന് ശരിക്കും മനസ്സ് വെച്ചു പ്രാർത്ഥിച്ചാൽ നിനക്കതിനെ തിരിച്ചറിയുവാൻ കഴിയും. അതിന്മേൽ വിശ്വാസത്താൽ നിനക്ക് ജയമെടുക്കുവാൻ കഴിയും. ദൈവകൃപയാൽ ആ വമ്പ് പറയുന്ന കൊമ്പിനെ നിനക്ക് ജയിക്കുവാനായിട്ട് കഴിയും. ദൈവാത്മാവിന്റെ ശക്തിയാൽ നിനക്ക് ആ ശത്രുവിന്റെ കോട്ടകളെ തകർത്തെറിയുവാൻ കഴിയും. കുറച്ചുകൂടെ വിശദീകരിച്ചു പറഞ്ഞാൽ, ദൈവത്തിനു വേണ്ടി വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരെ സാത്താൻ എന്ന് പണ്ടേ പേരുള്ള പിശാച് പല നിലയിലൂടെ പരീക്ഷിച്ച് പരാജയപ്പെടുത്തി വീഴ്ത്തിയ സമയവും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയവും ഇപ്പോൾ തന്നെയാണ്. ഭോഷ്കും പാപവും മാത്രം നിന്നിൽ വിതയ്ക്കാനും അതുവഴി നീ
മരണത്തിന് എപ്പോഴും അടിമയായിരിക്കാനും വേണ്ടി അലറുന്ന സിംഹമെന്ന പോലെ നിന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആ മരണാധികാരിയെ നിന്നിൽ നിന്ന് തകർത്തെറിയുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവിനെ ഇപ്പോൾ മുതലെങ്കിലും സ്നേഹത്തോടെ നീ വിളിച്ചപേക്ഷിക്കുക. അങ്ങനെ നിന്റെ മേലുള്ള എല്ലാ പാപത്തിൻ്റെ ചങ്ങലകളും ആധിപത്യങ്ങളും അധികാരങ്ങളും അവകാശവാദങ്ങളും ഇന്നു മുതൽ തകർത്തുടയപ്പെടട്ടെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശുദ്ധജനത്തോട് പോരാടുന്ന ആ ദുഷ്ടതയുടെ ആത്മാവ്, വഞ്ചനയുടെയും ആസക്തിയുടെയും ആത്മാവ് ദൈവജനത്തെ പാപത്തിൻ്റെ താൽക്കാലിക സുഖഭോഗങ്ങളിലേക്ക് വലിച്ചിഴച്ച് നയിച്ചു കൊണ്ടുപോകുന്ന ആ പൈശാചിക ശക്തിയെ ജയിക്കേണ്ടതിന് വേണ്ടി നിത്യജീവന്റെ ഈ വചനം സ്വീകരിച്ച് നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുക. നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പ്രതികൂലങ്ങളാകുന്ന മതിലുകളെ ചാടിക്കടക്കുവാൻ നിങ്ങളെ ശക്തരാക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞു വസിക്കുവാൻ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. ആകയാൽ തളർന്നു കിടക്കുന്നവരെ, വീണ് കിടക്കുന്നവരെ, ഓരോ ദിവസവും എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവും മനസ്സും ശരീരവും ബലഹീനമായി പോകുന്നു എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് കിടക്കുന്നവരെ, ഈ നിത്യജീവന്റെ സുവിശേഷത്തിൻ്റെ വചനം സ്വീകരിച്ച് ഈ ദൈവവചനത്തിൻ്റെ ശക്തി ഏറ്റെടുത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നിത്യജീവന്റെ രാജ്യത്തിലേക്ക് എഴുന്നേറ്റു വരിക. നിന്നിൽ പോരാടുന്ന എല്ലാ പൈശാചിക കോട്ടകളെയും തകർത്തുടച്ച് ധൂളിപ്പിക്കുവാൻ കഴിവുള്ള ശക്തിയേറിയ ഇരുവായ്ത്തലയുള്ള ദൈവത്തിൻ്റെ ഈ വചനമാകുന്ന ആത്മാവിൻ്റെ വാളായിരിക്കട്ടെ അതിനായി നീ ഉപയോഗിക്കുന്ന പ്രധാന ആയുധം. ആകയാൽ രക്തം മുഴുവൻ മലിനമാക്കപ്പെട്ട് പാപത്തിലൂടെയും തുടർ പാപങ്ങളിലൂടെയും ദൈവിക വിശുദ്ധിയും ജീവനും നഷ്ടപ്പെടുത്തിയവർ, പാപത്താൽ ഇപ്പോഴും നയിക്കപ്പെടുന്നവരായ ദൈവത്തിൻ്റെ മക്കൾ ഇനിയെങ്കിലും ഈ കെണികളിൽ നിന്ന് വിശ്വാസത്താൽ വിടുതലേറ്റെടുക്കുക. നമ്മെ പാപത്തിൽ അകപ്പെടുത്തുക മാത്രമല്ല ഈ അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രധാന പരിപാടി. ആകാശ സൈന്യാധിപനെ പോലും വെല്ലുവിളിച്ച ആ ഒരു ചെറിയ കൊമ്പ് വിശുദ്ധ മന്ദിരത്തെ പോലും കീഴ്മേൽ മറിച്ചു എന്നുവരെ നാം ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ കാണുന്നു. ഒരു അട്ടിമറിയിലൂടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ അധികാരവും ആധിപത്യവും പോലും ഈ പൈശാചിക ശക്തിയുടെ അധീനതയിലാകുമെന്നാണ് ഇവിടെ പ്രവാചകനിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നാം ഇന്നുവരെ അന്ത്യകാലവുമായി ബന്ധപ്പെട്ട് വിവിധ നിലകളിൽ വരച്ചു വച്ചിരിക്കുന്ന ഗ്രാഫുകളെല്ലാം നമുക്ക് തന്നെ എടുത്തു മാറ്റിക്കളയാം. നമ്മുടെ മുൻധാരണകളെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. എന്തെന്നാൽ സമയമായി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം. നാം ദൈവവചനപ്രകാരമാണോ ജീവിക്കുന്നത് എന്ന് നമുക്ക് സ്വയം വിശകലനം ചെയ്യാം. ദൈവവചനം ധാരാളമായി പ്രാപിക്കേണ്ടതിന് നമുക്ക് കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കാം. എന്നാൽ നമ്മിൽ പലരും ഗ്രാഫ് വരച്ചു വച്ചിരിക്കുന്ന പല കണക്കുകൂട്ടലുകളും ഈ നാളുകളിൽ തെറ്റിപ്പോകുകയാണ്. ഒരു ഉദാഹരണത്തിന്, കർത്താവിൻ്റെ പ്രവാചകനായിരുന്ന ദാനിയേലിലൂടെ ദൈവം അരുളി ചെയ്ത ഒരു പ്രവാചക വചനം ഞാനിവിടെ പറയുകയാണ്. ഞങ്ങൾ നടത്തുന്ന 3 മാസത്തെ ബൈബിൾ പഠന പദ്ധതിയിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് മാത്രമല്ല, ശ്രദ്ധയോടെ ദൈവവചനം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവർക്കും പരിശോധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇതിവിടെ പറയുന്നത്. ഒരുവൻ ചതിയിൽ രാജ്യം കരസ്ഥമാക്കുമെന്നും ആ ചതിയൻ ഉടമ്പടിയുടെ, അതായത് നിയമത്തിൻ്റെ പ്രഭുവിനെ പോലും തൂത്തുമാറ്റുമെന്നും ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഉടമ്പടിയുടെ പ്രഭു എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ ദൂതൻ എന്നുകൂടെ അർത്ഥമുണ്ട്. എന്തായാലും ഈ നിയമത്തിൻ്റെ പ്രഭു അത് ദൈവപുത്രനായ യേശു ക്രിസ്തു അല്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിനെ ചതിയിലൂടെ തൂത്തുമാറ്റുവാൻ ആർക്കും ഒരു നാളും കഴിയുകയില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഉടമ്പടിയുടെ ദൂതനെ പോലും വെല്ലുവിളിക്കുകയും ഭൂതലത്തിൽ നിന്ന് പറിച്ചു മാറ്റുകയും ചെയ്യുന്ന ഇവൻ ആരാണ്?
മാത്രമല്ല, നിയമത്തിൻ്റെ പ്രഭു എന്ന് ഇവിടെ പറയപ്പെടുന്ന ഈ അതിശ്രേഷ്ഠ വ്യക്തിത്വം ആരാണ്? നിങ്ങൾ പരിശോധിച്ച് പഠിച്ച ശേഷം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച എന്തൊക്കെയാണെന്ന് എന്നെ എഴുതി അറിയിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും വിശുദ്ധർ രാജ്യം സ്വീകരിക്കുവാൻ സമയമാകുന്നത് വരെ മാത്രമേ ആ കൊമ്പിന് വിശുദ്ധരെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ദാനിയേൽ 7:22 നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഇതാ വിശുദ്ധർ രാജ്യം സ്വീകരിക്കുവാനുള്ള ഒരു കാലത്തിലേക്ക് നാം അടുത്തു വന്നിരിക്കുകയാണ്. ഈ ദൈവവചന ശുശ്രൂഷകളുടെ വിശദമായ പഠന ക്ലാസുകൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നതാണ്. ബൈബിൾ ഒരു പൊതു ഉൾക്കാഴ്ച എന്ന കറസ്പോണ്ടൻസ് കോഴ്സിനോടനുബന്ധിച്ചുള്ള ഏകദിന സെമിനാറുകളും ഓരോ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400534000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ ദൈവവചന ശുശ്രൂഷകൾ വിശദമായി കേട്ടു പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കേരളത്തിലെ വിവിധ പൊതുസ്ഥലങ്ങളിൽ ഓൺ-ഡേ സെമിനാറുകൾ നടന്നുവരുന്നു. ഇതേക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ വേൾഡ് ഗോസ്പൽ മിഷൻ പാസ്റ്റേഴ്സ് ട്രെയിനിംഗ് സെൻറ്റർ, ഗോസ്പൽ സ്റ്റേഷൻ, ഗോസ്പൽ റോഡ്, അവധി, ബാംഗ്ലൂർ. ഫോൺ 9342434000 9400534000. നാം ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ വായിച്ചതുപോലെ ഇതാ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസം ലഭിക്കുന്ന കാലം അടുത്തിരിക്കുകയാണ്. അതായത് സകലത്തെയും ദൈവം യഥാസ്ഥാനത്താക്കുന്ന കാലം തികഞ്ഞിരിക്കുകയാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉണരുക. നിന്നിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തേജസ് ഉദിക്കേണ്ടതിന് എഴുന്നേറ്റുച്ചത്തിൽ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുക. ദൈവസന്നിധിയിൽ ഹൃദയം പൊട്ടുമാറ് നെടുവീർപ്പിട്ടുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുക. എന്നാൽ നിന്നെ കൂടുതൽ തിന്മയിലേക്ക് നയിച്ച് എന്നേക്കുമായി വിഴുങ്ങിക്കളയുവാൻ ശത്രുവാകുന്ന പിശാച് അവന്റെ ഫൈനൽ പരീക്ഷകളും പ്രലോഭനങ്ങളുമായി വന്ന് അലറുന്ന സിംഹമെന്ന പോലെ വിവിധ വേഷം ധരിച്ച് നിനക്ക് ചുറ്റും നടക്കുകയാണ്. അവർ വേഷങ്ങൾ മാറി മാറി ധരിച്ച് നിന്നെ അവരിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. മാത്രമല്ല, വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്ന ഒരു ദുർമന്ത്രവാദിനിയെക്കുറിച്ചും വെളിപ്പാട് 17:6 നാം കാണുന്നു. കർത്താവിൻ്റെ പാളയത്തിന് പുറത്തുള്ള ദൈവമക്കളെ ലോക ഉല്ലാസങ്ങളിലേക്കും വലിയ ധനമോഹത്തിലേക്കും ലോകത്തിൻ്റെ ആർഭാടങ്ങളിലേക്കും അതുവഴി പാപങ്ങളിൽ അകപ്പെടുത്തി കളയുന്നതിനും വേണ്ടി ആഡംബര സ്നേഹിയായ ഈ ദുർമോഹിനിയുടെ ആത്മാവ് ഇപ്പോൾ ലോകം മുഴുവനും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവളെക്കുറിച്ച് ഇവൾ ഒരു നഗരമായും പട്ടണമായും മഹാനഗരമായുമൊക്കെ ആലങ്കാരിക ഭാഷകളിൽ ബൈബിളിൽ പറയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വ്യഭിചാരിണി, കാട്ടുകഴുത, ലില്ലിത്ത്, അശുദ്ധയായ വേരും വൃക്ഷവും, മഹദിയാം ബാബിലോൺ തുടങ്ങിയ അനേക പേരുകളിൽ ഈ തിന്മയുടെ ശക്തിയെക്കുറിച്ച് ബൈബിൾ വിശദീകരിക്കുന്നു. ലോകത്തെ മുഴുവനും ദുഷിച്ച ചിന്തകളും വഞ്ചനകൾ കൊണ്ട് നിറഞ്ഞ ഭാവനകളും കൊണ്ട് ബന്ധിക്കുന്ന ഈ തിന്മയുടെ ദുരാത്മാവ് വസിക്കുന്ന വ്യക്തികൾക്കൊരു ദൃഷ്ടാന്തമാണ് ആഹാബിൻ്റെ ഭാര്യയായിരുന്ന ഇസബേൽ. കുറ്റം സമ്മതിക്കാതെ ഉന്മത്തയായി പാഞ്ഞു നടക്കുന്ന പെണ്ണൊട്ടകമായ അവളിൽ നിന്ന് ഓടിയകലുവിനെന്ന് യെശയ്യാ 52:11 കാണാൻ കഴിയും. മദം പൂണ്ട് മത്തുപിടിച്ച് നടക്കുന്ന കാട്ടുകഴുതയാണ് അവളെന്ന് യിരെമ്യാവ് 2:23-25. അങ്ങനെ അവളെക്കുറിച്ച് ബൈബിളിൽ വ്യത്യസ്തമായ നിലയിൽ വിവിധ ഭാഷാ ശൈലിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. വ്യഭിചാര ദുർഭൂതം എന്ന സൂചനയാണ് ഹോശേയ 4:12, 5:4 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. അതിനാൽ ദൈവത്തിൻ്റെ പ്രവാചകരും വിശുദ്ധരുമുള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകരെ പോലും വീഴ്ത്തിക്കളയുന്ന അവളുടെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ആകയാൽ നീ മരിക്കാതിരിക്കുവാൻ അവളുടെ പാപത്തിൻ്റെ ചങ്ങലകളെ ഇന്നു തന്നെ പൊട്ടിച്ചെറിഞ്ഞു കളയുക. പാപം കുന്നുകൂട്ടുന്ന സ്വഭാവം പാപിയുടെ സ്വഭാവമാണ്. പാപങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാനും ചെയ്തു പോയ അകൃത്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനുമുള്ള മനസ്സ് ദൈവ സ്വഭാവത്തിലേക്ക് നയിക്കുന്നതാണ്. അതിനാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുക. എഴുന്നേൽക്കാനും ഏറ്റുപറയുവാനും ലോകം, പാപം, ജഡം, പിശാച് എന്നിവയുടെ മേൽ ജയമെടുക്കുവാനും കഴിയാതെ എത്രയോ നാളുകളായി നീ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്നിൽ നിന്ന് എല്ലാ പാപത്തിൻ്റെ പ്രവണതകളും പൈശാചിക ആധിപത്യങ്ങളും നിന്റെ തോളിൽ അവൻ വച്ചിരിക്കുന്ന സകല നുകങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കുക. ആ വിടുതലും സ്വാതന്ത്ര്യവും നീ വിശ്വാസത്താൽ ഏറ്റെടുത്ത് പാപത്തിൻ്റെ അടിമത്വം എടുത്തു കളഞ്ഞ് ദൈവമഹത്വം നിന്നിലേക്ക് സ്വീകരിക്കുക. ദൈവമഹത്വത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക. മഹത്വത്തിൻ്റെ രാജാവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. അതിനാൽ ഇപ്പോൾ ഇതാ സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് പറന്നു പോകുവാൻ കഴുകൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ചിറകുകൾ തന്ന് നിങ്ങളെ ശക്തനാക്കുന്നവൻ വാതിൽ പടിക്കൽ വന്ന് മുട്ടുന്ന സമയം ഇതുതന്നെയാണ്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണർന്ന് ജീവന്റെ ഈ പ്രകാശത്തിലേക്ക് അടുത്തു വരുവാൻ ഈ അന്ത്യകാലത്ത് ഇവിടെ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഇപ്പോൾ വസിക്കുന്ന പാപത്തിൻ്റെ നാശകരമായ ഈ കുഴിയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നീ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുവെങ്കിൽ അവിടുന്ന് നിന്റെ അടുക്കലേക്ക് കടന്നു വരും. ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് ഇതാ നിന്നോട് അരുളി ചെയ്യുവാൻ പോകുന്നു. അതിനാൽ കർത്താവേ, ഞാൻ മടങ്ങി വരേണ്ടതിന് നീതിപൂർവം എന്നെ തിരുത്തണമേ എന്ന് നമുക്കിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ചാണ് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുക. അതിനാൽ ഇപ്പോൾ ഇതാ സ്വർഗം മുഴുവനും സന്തോഷം കൊണ്ട് നിറയാൻ പോകുന്നു. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും സന്തോഷമുണ്ടാകുമെന്ന് ലൂക്കോസ് 15:10 നാം വായിക്കുന്നു. ഒന്നിലധികം ദൂതന്മാർ പാപിയുടെ മാനസാന്തരം കണ്ട് ഇവിടെ ഇതാ ഇപ്പോൾ സന്തോഷിക്കുവാൻ തുടങ്ങുന്നു. നീ ഇതുവരെ അനുതപിക്കുവാനും പാപങ്ങൾ ഏറ്റുപറയുവാനും മനസ്സ് വയ്ക്കാതിരുന്നതിനാൽ ദൈവദൂതന്മാരും നിന്നെ ഓർത്ത് ഇതുവരെയും ദുഃഖത്തിലായിരുന്നു എന്നാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്. ഇതുവരെ ആകാശത്തോടും ഭൂമിയോടും എൻ്റെ ജനം എന്നെ അറിയുന്നില്ല, എന്നിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന് നിന്നെ ഓർത്ത് വിലപിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ സൃഷ്ടാവായ കർത്താവ് ഇന്നു മുതൽ നിന്റെ മടങ്ങി വരവിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. ആകയാൽ ഹോശിയ പ്രവാചകനിലൂടെ എഴുതപ്പെട്ടതുപോലെ എൻ്റെ അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായതെല്ലാം സ്വീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഉള്ളുരുകി ഇപ്പോൾ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അകൃത്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് തിരികെ വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യെശയ്യാ 1:18 എഴുതിയിരിക്കുന്ന ബൈബിൾ സൊസൈറ്റി ബൈബിളിലെ ട്രാൻസ്ലേഷൻ POC ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നമുക്ക് തമ്മിൽ രമ്യതപ്പെടാം എന്ന് വായിക്കുന്നതാണ് കുറെ കൂടെ ശരിയായ പരിഭാഷ. ആകയാൽ യെശയ്യാ 1:15-19 കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പുള്ളതും ഭീകരവുമായിരുന്നാലും അവയെല്ലാം ക്ഷമിച്ച് നിന്നെ കുളിപ്പിച്ച് വെണ്മയുള്ളതായി
ഒന്നാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന അനന്തമായ സ്നേഹത്തിൻ്റെ ഉറവയായ ദൈവത്തിങ്കലേക്ക്, അവിടുത്തെ കൃപയുടെ നിറവിലേക്ക്, അവിടുത്തെ ശക്തിയുടെ രാജ്യത്തിലേക്ക് നിന്റെ ജീവിതവും ജീവനും സമർപ്പിച്ച് കടന്നു വരിക. എന്തെന്നാൽ ഇതാ എഫെസ്യ ലേഖനം 1:10 നിറവേറുവാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു. അതെന്തെന്നാൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ യേശു ക്രിസ്തുവിലൂടെ പിന്നെയും സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ഒന്നാക്കി ചേർക്കുന്ന സകലത്തിൻ്റെയും പുനഃസ്ഥാപന കാലമെന്ന് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന കാലം ഇതാ ഇങ്ങ് അടുത്തെത്തിയിരിക്കുന്നു. മാത്രമല്ല, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ആയ സകലത്തെയും യേശു ക്രിസ്തുവിനെ കൊണ്ട് ദൈവത്തോട് നിരപ്പിക്കുവാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു എന്ന് കൊലോസ്യ ലേഖനം 1:20 എഴുതപ്പെട്ടിരിക്കുന്ന വചനവും പൂർത്തിയാകുന്ന കാലം ഇതാ വന്നെത്തിയിരിക്കുന്നു. ആകയാൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് അത്യുന്നത സ്വർഗത്തിൽ നിന്ന് മറുപടി അയക്കപ്പെടാൻ സമയമായി. എന്നാൽ നാം ലോക രാജ്യങ്ങളിൽ നിന്ന് സ്വർഗീയ നഗരത്തിലേക്ക് ചേർക്കപ്പെടുവാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു. സ്വർഗരാജ്യമിതോ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നാം ആരംഭത്തിൽ വായിച്ചു കേട്ട വചനത്തിൽ മുഖാന്തരം ദൈവമായ കർത്താവ് അരുളി ചെയ്ത പ്രവാചക വചനം അപ്പസ്തോല പ്രവൃത്തികളിൽ ആവർത്തിച്ചെഴുതപ്പെട്ടത് ഒരിക്കൽ കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മോശ ജനത്തോട് പറയുകയാണ്, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്കു കേൾക്കണം. ആ പ്രവാചകന്റെ വാക്കു കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ആകയാൽ അവൻ്റെ വാക്കു കേൾക്കണം എന്ന ദൈവത്തിൻ്റെ ഈ പ്രവാചക വചനം അനുസരിക്കുവാൻ, അതായത് ദൈവവചനം എന്തു വില കൊടുക്കേണ്ടി വന്നാലും അനുസരിക്കുവാനായി നമുക്ക് സമർപ്പിക്കാം. ദൈവവിഷയവുമായുള്ള ബന്ധത്തിൽ ജീവിതവും ജീവൻ പോലും സമർപ്പിക്കേണ്ടി വന്നാലും നാം വിശ്വാസത്തിലും വിശുദ്ധിയിലും ഇവിടെ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഈ തീരുമാനങ്ങൾ എടുത്തവരോടായി ദൈവത്തിൻ്റെ ആത്മാവിലൂടെ പറയുകയാണ്. ലേവ്യ പുസ്തകം 26:13 കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഇതാ ഞാൻ പൊട്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ സമയമായി. നിങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്ന് സ്വർഗീയ നഗരത്തിലേക്ക് ചേർക്കപ്പെടുവാൻ, വേർപെടുത്തപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടാം, ആർത്തു പാടിടാം, വിജയത്തിൻ പുതുഗാനം പാടാം, സ്തോത്രം പാടിടാം. ദൈവരാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമുള്ളവരെ ഒരുക്കി അയക്കുന്ന 3 മാസത്തെ ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് ബാംഗ്ലൂർ പാസ്റ്റേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ള ഏവർക്കും പഠിക്കത്തക്ക നിലയിലാണ് ഇതോടനുബന്ധിച്ചുള്ള പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക.